നിറവിലേക്ക് സ്വാഗതം. അഗാധമായ എളിമയോടും നമ്മുടെ ഇല്ലായ്മയെക്കുറിച്ചുള്ള അവബോധത്തോടെയുമാണ് നാം പ്രാർത്ഥിക്കാനായി പോകേണ്ടത്. വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ടി ഷാന്താളിൻ്റെ ഈ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് നിറവാരംഭിക്കാം. ഷാനു സാബു ആലപിക്കുന്ന ഗാനമാണ് ആദ്യം. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാനഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാനഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. പാപാന്തകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, പാപാന്തകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, നിന്നെ രക്ഷിപ്പാൻ അവൻ കരങ്ങൾ എന്നെന്നും മതിയായവ, നിന്നെ രക്ഷിപ്പാൻ അവൻ കരങ്ങൾ എന്നെന്നും മതിയായവ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു.
പ്രത്യാശയുടെ ജീവിതത്തെക്കുറിച്ചാണ് അനു എലിസബത്ത് ടീച്ചർ നമ്മോട് സംസാരിക്കുന്നത്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. വന്ദനം. നമ്മളെല്ലാവരും സുഖകരമായ ജീവിതം മാത്രം ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്നും അങ്ങനെ ആയിരിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. ചില ദിവസങ്ങളിൽ, ചില സമയങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ദുരന്തങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെന്ന് വരാം. അത് ചിലപ്പോൾ പല അപകടങ്ങളായിരിക്കാം, രോഗങ്ങളായിരിക്കാം, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടായിരിക്കാം. ഇങ്ങനെയുള്ള അപ്രതീക്ഷിതമായ പ്രതിസന്ധികളിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ പലപ്പോഴും പതറിപ്പോകാറുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള അവസ്ഥകളിലെത്തുമ്പോൾ നമ്മൾക്ക് ഇനി ജീവിക്കേണ്ട, എന്തിനാണ് ദൈവം ഞങ്ങളെ എങ്ങനെ ശിക്ഷിക്കുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു വനിതയുടെ ജീവിതത്തിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. വീൽ ചെയറിൽ തൻ്റെ ജീവിതം നയിക്കേണ്ടി വന്ന ഒരു വനിത. അവൾ കുഞ്ഞായിരിക്കുമ്പോൾ മിടുക്കിയായൊരു മകളായിരുന്നു. അവൾ തൻ്റെ കൗമാരത്തിലും യൗവനത്തിലും വളരെയധികം ആർജവത്തോടുകൂടെ ഊർജ്ജസ്വലമായിട്ട് ജീവിതം നയിച്ചവളായിരുന്നു. കുതിരസവാരിയിലെ നിപുണതയായിരുന്നു അവൾ അത്ലറ്റിക്സിലും ഒട്ടും മോശക്കാരിയല്ല. അവളുടെ പേരാണ് ജോനി. ഒരിക്കൽ അവളും കൂട്ടുകാരിയും കൂടെ ഒരു നീണ്ട മത്സരത്തിന് ശേഷം അവരൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് കടലിലേക്ക് നീന്താനായിട്ട് പോയി. കടലിലേക്ക് നീന്തുന്നതിന് ചാടിയത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അവൾക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അവൾ ബോധം തെളിയുമ്പോൾ അവളൊരു ഹോസ്പിറ്റൽ റൂമിലാണ്. അവൾ ഡോക്ടറോട് ചോദിച്ചു, തനിക്ക് എന്താണ് പറ്റിയത്? എപ്പോഴാണ് തനിക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നത്? ഡോക്ടർ ഒന്നും തിരിച്ചു മിണ്ടിയില്ല. പകരം അദ്ദേഹം ഒരു സൂചി എടുത്ത് അവളുടെ കാൽപാദത്തിൽ കുത്തി നോക്കി. അവൾക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. അതിനുശേഷം അദ്ദേഹം അവളുടെ കഴുത്തിന് താഴെയുള്ള ഓരോ ഭാഗങ്ങളിലും ആ സൂചി വെച്ച് കുത്തി നോക്കുമ്പോൾ ഒന്നും അവൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല. തുടർന്ന് അദ്ദേഹം അവളെ തോളിൽ പോയി സൂചി വെച്ച് കുത്തി നോക്കിയപ്പോൾ അവിടെ അവൾക്ക് എന്തോ സ്പർശിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു. ഉടനെ തന്നെ അവൾക്കൊരു സർജറിക്ക് വിധേയയാകേണ്ടി വന്നു. അവൾക്ക് ഒരു ഫ്യൂഷൻ സർജറി നടത്തി. സർജറിക്ക് ശേഷം തിരിച്ച് അവളെ റൂമിലോട്ട് എത്തിച്ചപ്പോൾ അവളുടെ മാതാപിതാക്കളും സുഹൃത്തുക്കളും റൂമിൽ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. റൂമിലോട്ട് എത്തിയ ഉടനെ അവളുടെ പിതാവ് ഡോക്ടറോട് ചോദിച്ചു, എന്നാണ് ഞങ്ങളുടെ മകളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നത്? അവളുടെ മാതാവ് വളരെ ആകാംക്ഷയോടെ ചോദിച്ചു, അവളുടെ കോളേജിലെ ഈ സെമസ്റ്ററിൻ്റെ ഫീസ് അടച്ചു, അത് അടുത്ത സെമസ്റ്ററിലോട്ട് മാറ്റണോ, എന്താ ചെയ്യേണ്ടതെന്ന് മാതാവും ആകാംക്ഷയോടെ ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ആ ഫീസ് നിങ്ങൾ തിരിച്ച് വാങ്ങിച്ചേക്കൂ, ജോനിക്ക് ഇനി കോളേജിൽ പോകാനായിട്ട് സാധിക്കുകയില്ലെന്ന്. അവളുടെ അപകടം മൂലം അവളുടെ കഴുത്തലിനേറ്റ ക്ഷതം അവളുടെ ജീവിതത്തെ തളർത്തിക്കളഞ്ഞു. ഇത് കേട്ട് എല്ലാവരും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിപ്പോയി. ജോനിയും തിരിച്ചറിഞ്ഞു തൻ്റെ ജീവിതം ഇനി ബെഡിൽ തന്നെയാണ്, തനിക്ക് പണ്ടത്തെ പോലെ പാറി പറന്ന് നടക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന്. ആ തിരിച്ചറിവ് അവളെ വളരെയധികം വിഷമത്തിലേക്കും മറ്റുള്ളവരോടുള്ള പകയിലേക്കും, പ്രത്യേകിച്ച് ദൈവത്തോടും ഒത്തിരിയധികം അവൾ ദേഷ്യപ്പെടുകയും ദൈവത്തെ തന്നെ അവൾ പകയ്ക്കുകയും ദൈവവചനത്തിൽ നിന്ന് അകന്നു പോവുകയെല്ലാം അവൾ ആ നാളുകളിൽ ചെയ്തു. മറ്റുള്ളവരുമായിട്ട് അവൾക്ക് സംസാരിക്കുന്നതിനോ അവർ പറയുന്ന ആശ്വാസവാക്കുകൾ കേൾക്കുന്നതിനോ അവൾക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. അവൾ നേരം കളയുന്നതിനായിട്ട് വായിച്ചു കൂട്ടിയ യുക്തിവാദികളുടെ ബുക്കുകളെല്ലാം ഒന്നും തന്നെ അവൾക്ക് സമാധാനം കൊടുത്തില്ല. വളരെയധികം സംഘർഷത്തിലൂടെ കടന്നുപോയ ദിനങ്ങൾ. അവൾക്ക് ഇനി തുടർന്ന് ജീവിതം വേണ്ട, ആരെങ്കിലും തന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന് വരെ അവളെ ശുശ്രൂഷിക്കുന്ന നഴ്സുമാരോടും ഡോക്ടർമാരോടും കേണപേക്ഷിച്ചു നോക്കി. പക്ഷെ ആരും അവളെ സഹായിച്ചില്ല. ദിവസങ്ങൾ കടന്നുപോയി. അതൊരു ക്രിസ്മസ് രാവുകളായിരുന്നു. പുറത്തെങ്ങും എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അവൾ മാത്രം ബെഡിൽ തനിയെ കിടന്ന് അവളുടെ ശരീരത്തെ ഓർത്ത്, അവളുടെ കഴിഞ്ഞുപോയ നാളുകളെ ഓർത്ത് അവൾ വല്ലാതെ ഭാരപ്പെട്ടു. അങ്ങനെയിരിക്കെ എന്തോ ഒരു സമാധാനം അവളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നതായിട്ട് അവൾ തിരിച്ചറിഞ്ഞു. അവൾ അന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങി. അതിനുശേഷം അവൾ ചിന്തിച്ചു, ദൈവം തന്നോട് കൂടെയുണ്ട്, എന്തോ തന്നിലെ മാറ്റം വരുന്നതായിട്ട് അവൾക്ക് അനുഭവപ്പെടാനായിട്ട് തുടങ്ങി. അവൾ വീണ്ടും ബൈബിളിലോട്ടും ദൈവത്തിൻ്റെതായ ചിന്തകളുള്ള ബുക്കുകളിലോട്ടൊക്കെ അവളുടെ ചിന്തകളെ അവൾ തിരിപ്പിച്ചു. അതെല്ലാം വായിക്കാനായിട്ട് അവൾ ശ്രമിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൾ
ഒരു ദൈവവിളി പോലെ എന്തോ ഒരു ശബ്ദം അവളുടെ മനസ്സിൽ മർദ്ദിക്കുന്നതായിട്ട് തോന്നി. അവൾക്ക് കേൾക്കാനിടയായി, എൻ്റെ ശക്തി നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന്. അവൾക്ക് ആ ശബ്ദം കേട്ടപ്പോൾ അവൾ ഓർത്തു, ദൈവമാണ് തന്നോട് സംസാരിക്കുന്നത്. തുടർന്നുള്ള അവളുടെ ജീവിതം സമാധാനത്തോടെ മുന്നോട്ട് നയിക്കാനായിട്ട് ആ ശബ്ദം അവളെ സഹായിച്ചു. അവളുടെ ശരീരത്തിനോ അവളുടെ രോഗാവസ്ഥയ്ക്കോ യാതൊരു മാറ്റവും സംഭവിച്ചില്ല എങ്കിലും അവളുടെ മനസ്സിന് നല്ല സമാധാനം ലഭിച്ചു തുടങ്ങി. അവൾ ചിന്തിച്ചു, എന്താണ് താൻ ഇനി ചെയ്യേണ്ടത്? വീണ്ടും ദൈവം അവളോട് സംസാരിച്ചു, നീ നിന്നെ തന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ നിന്നിലൂടെ ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന്. അവൾ വിചാരിച്ചു, എനിക്ക് തനിയെ ഇനി ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ദൈവം എന്നിലൂടെ എന്താണ് പ്രവർത്തിപ്പാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ദൈവകരങ്ങളിൽ അവളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. അങ്ങനെ അവൾ ഒരു ഒക്യുപ്പേഷൻ തെറാപ്പിസ്റ്റിൻ്റെ സഹായം തേടി. അദ്ദേഹം അവളെ എഴുതാനും ചിത്രരചനയ്ക്കും അഭ്യസിപ്പിച്ചു. അവളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി. തുടർന്ന് അവൾക്കൊരു മോട്ടോർ ഘടിപ്പിച്ച ഒരു വീൽ ചെയർ സമ്മാനമായി കിട്ടി. അവൾ അത് പ്രവർത്തിച്ച് പുറത്തിറങ്ങി അതിലെല്ലാം യാത്ര ചെയ്യുന്നതിന് അവൾക്കിടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റുള്ളവർ അവളെ നോക്കിക്കാണുന്ന രീതിയിൽ അവൾക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. ഈ വീൽ ചെയറിൽ ജോനി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവരെ എന്തോ ഒരു നികൃഷ്ട ജീവി പോകുന്നത് കൂട്ടാണ് ഇവളെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് അവൾ ചിന്തിച്ചത്, എന്നെപ്പോലെ വീൽ ചെയറിലെ ജീവിതം നയിക്കുന്ന എത്രയോ ആളുകളുണ്ട്, അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് അവൾ തീരുമാനിച്ചു. അങ്ങനെയാണ് ജോനി ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന വലിയൊരു സംഘടനയ്ക്ക് രൂപം ഉണ്ടായത്. ഇതിനിടയിൽ ജോനിയുടെ വിവാഹം കഴിഞ്ഞു. ടാഡ എന്ന് പറയുന്ന ഒരു കോളേജ് അധ്യാപകനായിരുന്നു അവളെ വിവാഹം ചെയ്തത്. ഇന്ന് അവൾ അനേക രാജ്യങ്ങളിലെ വീൽ ചെയറിലായിരിക്കുന്നവർക്ക് ആശ്വാസമേകുന്ന സംഘടനയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നു. അനേകം റേഡിയോ പ്രോഗ്രാമുകളിലൂടെയും TV പ്രോഗ്രാമുകളുടെയും ഏകദേശം 33ഓളം ഗ്രന്ഥങ്ങൾ ജോനി രചിക്കുകയുണ്ടായി. ജോനി എറിക്സൺ ടാഡ എന്ന് പറയുന്ന യുവതിയുടെ ജീവിതമാണ് നമ്മളിപ്പോൾ കണ്ടത്. അവളുടെ ജീവിതത്തിൽ അവൾ ആ നീന്തുന്നതിനായിട്ട് കടലിലേക്ക് ചാടിയപ്പോൾ അവിടെ അവസാനിക്കേണ്ടതായിരുന്നു അവളുടെ ജീവിതം. തനിക്ക് ഇനിയൊരു ജീവിതമില്ല എന്ന് അവൾ ആശുപത്രി കിടക്കയിൽ വെച്ച് തിരിച്ചറിഞ്ഞപ്പോഴും അവിടെ വെച്ച് തീരേണ്ടതായിരുന്നു അവളുടെ ജീവിതം. എന്നാൽ അതിൽ പതറിപ്പോകാതെ അവൾ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ഇന്ന് ലോകത്തിലെ അനേകർക്ക് അവളൊരാശ്വാസമായിട്ട് തീരുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പല സംഭവങ്ങളും ഇങ്ങനെ നടക്കുമ്പോൾ ഇനി എനിക്ക് ജീവിക്കേണ്ട, ഇനി ഞാൻ എന്തിനാണ് വെറുതെ ഞാനിങ്ങനെ ഒരു ജീവശവമായിട്ട് വെറുതെ ശയ്യാവലംബിയായിട്ട് കിടക്കുന്നത് എന്തിനാണ്, എനിക്ക് ഈ ജീവിതം മടുത്തു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ട് കടന്നു പോകുമ്പോൾ അവരില്ലാതെ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതമെന്ന് നമ്മൾ വിഷമിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ദൈവത്തിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. നമ്മൾ ഈ വക പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകുന്നത് മറ്റുള്ളവർക്കൊരു താങ്ങാകുന്നതിനായിരിക്കാം, അവർക്കൊരു ആശ്വാസമേകുന്നതിനായിരിക്കാം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഈ അപ്രതീക്ഷിതമായ എല്ലാ സംഭവങ്ങളിലും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. കഴിഞ്ഞുപോയ അധ്യായം തന്നെ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരുന്നാലേ പുതിയൊരു അധ്യായത്തിലോട്ട് പ്രവേശിപ്പാനായിട്ട് നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് പഴയ കാലങ്ങളെ മറന്നുകൊണ്ട് പുതിയ കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ തിരിപ്പിച്ച് എങ്ങനെയാണ് നമ്മുടെ ജീവിതങ്ങളിലെ വെളിച്ചം വീശേണ്ടത്, ദൈവം നമുക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന വഴികൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനകത്ത് പുതിയൊരു ജീവിതം കെട്ടുപണി ചെയ്യുവാനായിട്ട് നമുക്കിടയായി തീരണം. ഏത് വഴിയാണ് ദൈവം നമ്മളെ രക്ഷപ്പെടുത്തുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. ഒരിക്കലൊരു സ്ഥലത്ത് പുഴയിലോട്ട് നീണ്ടു നിൽക്കുന്ന പ്ലാറ്റ്ഫോമോട് കൂടെ ഘടിപ്പിച്ച ഒരു കഴുമരമുണ്ടായിരുന്നു. ആ രാജ്യത്തെ കുറ്റം ചെയ്യുന്നവരെ അവിടെ കൊണ്ടുവന്നാണ് തൂക്കിലേറ്റിയിരുന്നത്. ഒരിക്കൽ 3 പേരെ തൂക്കിലേറ്റാനായിട്ട് അവിടെ കൊണ്ടുവന്നു. ആ തൂക്കുമരത്തിൻ്റെ പ്ലാറ്റ്ഫോം ആകട്ടെ നദിയിലോട്ടാണ് നീണ്ടു നിന്നിരുന്നത്. അവിടെ മരണപ്പെടുന്നവരെ ആ നദിയിലെ ശവശരീരം ഒഴുകിപ്പോകണം എന്നുള്ള രീതിയിലാണ് അവരത് ക്രമീകരിച്ചിരുന്നത്. ആദ്യമേ തന്നെ ഒരാളെ അതിന് മുകളിലോട്ട് കയറ്റി ആരാച്ചാർ കഴുത്തിനകത്ത് കയറ് കെട്ടി അദ്ദേഹത്തെ കൊലക്കയറിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് പ്ലാറ്റ്ഫോം താഴേക്ക് വലിച്ചതും ആ കയറ് പൊട്ടി അദ്ദേഹം നദിയിലോട്ട് വീണു. അദ്ദേഹം മരണപ്പെട്ടില്ല. ഉടനെ തന്നെ ഈ ആരാച്ചാർ അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞു, നീന്തി രക്ഷപ്പെട്ടോളൂ എന്ന്. ഇത് കേട്ട് ആ കൊലയ്ക്ക് വിധിക്കപ്പെട്ട ആ മനുഷ്യനാവട്ടെ നീന്തി നദിയുടെ അക്കരെ കടന്ന് രക്ഷപ്പെട്ടു. ഇത് കണ്ട് മറ്റ് 2 പേരും അവിടെ നിൽപ്പുണ്ടായിരുന്നു.
രണ്ടാമത്തെ ആളെയും ഇതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിൻ്റെ മീതെ കയറ്റി കഴുമരത്തിൻ്റെ അവിടെ നിർത്തി കഴുത്തിൽ കയറ് മുറുക്കി അദ്ദേഹത്തിൻ്റെയും കയറ് പൊട്ടി അദ്ദേഹം നദിയിലേക്ക് വീണു. ഇത് കണ്ട് ഈ ആരാച്ചാർ വീണ്ടും പറഞ്ഞു, നീന്തി രക്ഷപ്പെട്ടോളൂ, നദിയുടെ മറുകര എത്തി രക്ഷപ്പെട്ടോളൂ. അദ്ദേഹവും നീന്തി നദിയുടെ മറുകരയിലേക്ക് പോയി. ഇത് കണ്ടുകൊണ്ട് നിന്ന മൂന്നാമത്തെയാൾ അദ്ദേഹത്തിൻ്റെ അവസരം വന്ന് അദ്ദേഹത്തെയും ഈ കുലമരത്തിന് താഴെ നിർത്തിയപ്പോൾ ഈ ആരാച്ചാരോട് പറഞ്ഞു, ദയവ് ചെയ്ത് ഈ കയറെങ്കിലും ഉറപ്പുള്ളതാണെന്ന് നിങ്ങളൊന്ന് നോക്കിയിട്ടേ എന്നെ തൂക്കാവൂ. ഇത് പൊട്ടി താഴെ നദിയിലേക്ക് വീണാൽ എനിക്ക് നീന്താൻ അറിഞ്ഞുകൂടാ. ഈ മനുഷ്യൻ പറഞ്ഞു, എന്നെ എങ്ങനെയെങ്കിലും തൂക്കി കൊന്നു കളഞ്ഞേക്കൂ. ഇതിൽ നിന്ന് നമ്മൾക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? ദൈവം നമുക്ക് ജീവിപ്പാനായിട്ട് കൊലമരത്തിൻ്റെ മുന്നിലും ഒരവസരം കൂടെ തരുമ്പോൾ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് എനിക്ക് മരിച്ചാൽ മതി, എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതം അവസാനിച്ചാൽ മതി എന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? ഒരിക്കലുമല്ല. ദൈവം നമുക്ക് നൽകിയ ഏത് അവസരമാണോ, ഏത് വഴിയിലൂടെയാണോ നമ്മൾ പുതിയൊരു ജീവിതത്തിലേക്ക് എത്തപ്പെടേണ്ടത്, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിന് പ്രകാരം നമ്മുടെ ജീവിതങ്ങൾ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നന്ദി. പുതിയ വീഡിയോയും അതിലെ ദൈവചിന്തയുമായി നിഷ ചേച്ചി റെഡിയാണ്. കാണാം പോസിറ്റീവ് വൈബ്സ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. വേസ്റ്റ് എറിഞ്ഞു കളയണം, പക്ഷേ എല്ലായിടത്തുമല്ല, വേസ്റ്റ് ബിന്നിൽ മാത്രം. നമുക്കൊരു കടലാസിൻ്റെ കഥ കാണാം. ये क्या कर रहा है? कुछ नहीं यार, स्क्रिप्ट लिख रहा हूँ. तू सुना एडमिशन का क्या हुआ? क्या एडमिशन यार, भाई मेरे को तो रहना ही नहीं है इंडिया में. गंदगी देखी है तूने? पॉल्यूशन देखा है? भाई तू कभी लंदन गया? लंदन भाई वहाँ जाके देखियो, कोई पॉल्यूशन नहीं, कोई गंदगी नहीं, बिल्कुल साफ सुथरी सड़कें हैं. मैं तो वहीं पे जाके अपनी पढ़ाई कंटिन्यू करूँगा. क्या तो तू सही रहा है. चल यार चले, यहाँ मुझे स्क्रिप्ट भी लिखी जा रही. अरे भाई साहब, अरे अकेले को छोड़ के जा रहे हो यार, सुन लो. कोई तो सुन लो यार. अरे 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 वाइट शर्ट, हेलो भाई साहब, अरे इधर देख लो कोई. हेलो, अरे 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 भाई साहब, रेड शर्ट, हेलो. अरे भाई साहब सुन लो, कोई तो सुन लो. हेलो भाई साहब, हेलो भाई साहब, ज़रा नीचे देखिए. हाँ, उठा लो मुझे अब. क्या आप मुझे मेरी सही जगह पहुंचा देंगे? कौन सी सही जगह? जरा नजर घुमाइए. डस्टबिन. हाँ सही पकड़े हैं, अब वहाँ पहुंचा भी दो. चलो, कम से कम भारत का भविष्य तो उज्जवल है. ഈ വീഡിയോ കണ്ടപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചത് നമ്മുടെ പുറമേയുള്ള പരിസ്ഥിതിയെക്കുറിച്ചായിരിക്കും. എന്നാൽ ഓരോ ദിവസവും നമ്മുടെ കാഴ്ചകളിലൂടെ, കേൾവിയിലൂടെ, സംസാരത്തിലൂടെ ഒക്കെ നമ്മിലേക്ക് കടന്നു വരുന്ന ആവശ്യമില്ലാത്ത ഒരുപാട് വേസ്റ്റ് ഉണ്ട്. പുറത്ത് കളയേണ്ട വികാരങ്ങളുണ്ട്. അവയൊക്കെ നിക്ഷേപിക്കേണ്ടിടത്ത് നിക്ഷേപിക്കാതെ എവിടെയെങ്കിലും വലിച്ചെറിയുമ്പോഴാണ് നമ്മുടെ അന്തരീക്ഷം, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ കലുഷിതവും മലിനവുമാകുന്നത്. ഉദാഹരണത്തിന്, ഓഫീസിൽ നിന്ന് ബോസിൻ്റെ അടുക്കൽ നിന്ന് ചീത്ത കേട്ട് ആ ദേഷ്യവുമായി വീട്ടിലേക്ക് വരുന്ന പിതാവ് തൻ്റെ ദേഷ്യം ഭാര്യയോടോ മക്കളോടോ അവരുടെ മേൽ വലിച്ചെറിയുമ്പോൾ അവിടുത്തെ സാഹചര്യം മലിനമാകുന്നു. ഭർത്താവുമായി വഴക്കിട്ട ഭാര്യ കുട്ടികളെ പഠിപ്പിക്കാനായി സ്കൂളിൽ ചെല്ലുമ്പോൾ വീട്ടിൽ നിന്ന് കിട്ടിയ ദേഷ്യവും വെറുപ്പും ഒക്കെ കുഞ്ഞുങ്ങളുടെ നേരെ തീർക്കുമ്പോൾ അവരായിരിക്കുന്ന അന്തരീക്ഷം മലിനമാകും. ഓരോ ദിവസവും വൈകുന്നേരമാകുമ്പോഴേക്ക് നമ്മുടെ എല്ലാം ഉള്ളിൽ ഇതുപോലെ കുറേ വേസ്റ്റ് ഉണ്ട്, എറിഞ്ഞു കളയേണ്ടവ, ഒഴിവാക്കേണ്ടവ. ഇത്തരം വേസ്റ്റുകൾ ഇറക്കി വെക്കാനായി നമുക്ക് സ്ഥലവുമുണ്ട്. മാനസികവും
ആത്മീയവുമായ വേസ്റ്റുകൾ ഇറക്കി വയ്ക്കാനുള്ള സ്ഥലങ്ങൾ. കുമ്പസാരക്കൂടും കൗൺസിലിങ്ങും ഇനി എന്തും തുറന്നു പറയാൻ പറ്റുന്ന സൗഹൃദങ്ങളുമൊക്കെ ഇത്തരത്തിലുള്ള ഇടങ്ങളാണ്. ചിലപ്പോൾ ഈ വേസ്റ്റുകളെ നമുക്ക് സംസ്കരിക്കുകയും ചെയ്യാം. നമുക്കിഷ്ടമുള്ള ഹോബികൾ ചെയ്യുന്നതിലൂടെ, യാത്രകൾ പോകുന്നതിലൂടെ, മറ്റെന്തെങ്കിലും ക്രിയേറ്റീവായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെ, നമ്മുടെ വികാരങ്ങൾ എഴുതുന്നതിലൂടെ, അങ്ങനെ പല രീതിയിലും നമ്മുടെ ഉള്ളിലുള്ള കെട്ടിക്കിടക്കുന്ന നെഗറ്റീവായ വികാരങ്ങളെയും വേസ്റ്റുകളെയും നമുക്ക് പുറന്തള്ളാനായിട്ട് സാധിക്കും. നമ്മുടെ വേസ്റ്റുകൾ നിക്ഷേപിക്കാനായി നമുക്ക് ഏറ്റവും സ്വീകാര്യവും അനുയോജ്യവുമായ വേസ്റ്റ് ബിന്നുകൾ നമ്മൾ കണ്ടെത്തി വെക്കേണ്ടത് ആവശ്യമാണ്. ഒന്നുകൂടി ഓർക്കാം, വേസ്റ്റുകൾ എറിഞ്ഞു കളയുക തന്നെ ചെയ്യണം, പക്ഷേ തോന്നുന്നിടത്തല്ല, നിക്ഷേപിക്കേണ്ടിടത്ത് മാത്രം. വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ഡി ഷാന്താളിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. അഗാധമായ എളിമയോടും നമ്മുടെ ഇല്ലായ്മയെക്കുറിച്ചുള്ള അവബോധത്തോടെയുമാണ് നാം പ്രാർത്ഥിക്കാനായി പോകേണ്ടത്. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അടുത്ത ദിവസം വീണ്ടും കാണുന്നത് വരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു.